ഓക്കെ. ഞാൻ ഇന്നലത്തെ അസൈൻമെന്റ് കുറെ ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. ഏതാ ഫോർ ലൂപ്സ് ആണോടാ? നേരത്തെ ലൂപ്സാ. ലൂപ്സിൽ ഏതാ, ഫോർ ആണോ വൈലാണോ, ഏതാ കിട്ടാഞ്ഞത്? ഫസ്റ്റ് വൺ ഞാൻ ട്രൈ ചെയ്തില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, ഒരു അൽഗോരിതം തന്നില്ലേ, അത് ഞാൻ ട്രൈ ചെയ്തോണ്ടിരുന്നത്. അതെനിക്ക് എത്ര നോക്കിയിട്ടും കിട്ടിയില്ല. കിട്ടിയില്ല. ഓക്കെ, ഒന്ന് ഷെയർ ചെയ്യോ സ്ക്രീന്? അനക്ക് കിട്ടിയായിരുന്നോടാ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, എങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്തേ. ഓക്കെ, ഞാൻ പറയുന്ന പോലെ എഴുതുക കേട്ടോ. ഞാൻ എന്റെ സിൻടാക്സ് പറഞ്ഞു തരത്തില്ല, പകരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു വിടാം. ഓക്കെ, സോ ഫസ്റ്റ് ഒരു കൃഷ്ണകുമാരന് കിട്ടിയിരുന്നോ വൈൽ ലൂപ്പ്? നോക്കിയില്ല മിസ്. ഓക്കെ, ഇപ്പൊ ചെയ്യൂ ഇതിന്റെ കൂടെ. ഓക്കെ. സോ ആദ്യം തന്നെ ഒരു വേരിയബിളിലേക്ക് ജസ്റ്റ് ഒരു എം ടി സ്ട്രിങ്ങിനെ പാസ് ചെയ്തേ. യെസ്, മതി. ഒരു സ്പേസ്, അതായത് ഈക്വൽസ് കഴിഞ്ഞ് ഡബിൾ കോട്ട്സിനിടയിൽ ഒരു സ്പേസ് ഇട്ട് കൊടുത്തു. മതി. ഇനി എന്റെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ, ഈ നെയിം എന്ന് പറയുന്ന ഈ നെയിമിലുള്ള വാല്യൂ എക്സിറ്റ് എന്നാവരുത്. ഓക്കെ, അതെനിക്ക് പലതവണ ഐട്രേറ്റ് ചെയ്യണം. അപ്പൊ മൾട്ടിപ്പിൾ ടൈംസ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ ഐട്രേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ലൂപ്പ് ആയിരിക്കും യൂസ് ചെയ്യുക? വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ്. ഒരു വൈൽ ലൂപ്പ് എഴുതിക്കോളൂ. കണ്ടീഷൻ വരുന്നത് നോട്ട് ഈക്വൽസ്, ഡബിൾ കോട്ട്സിൽ എന്ത് വരണം? എക്സിറ്റ്. ഇനി എക്സിറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ തന്ന ക്വസ്റ്റ്യൻ പ്രകാരം റീഡ് ആൻ ഇൻപുട്ട് ഫ്രം ദ യൂസർ അല്ലേ? ഇൻപുട്ട് എടുത്തോ. ഓക്കെ, ഇതിനെ ഏത് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക? ഇൻപുട്ടിനെ ഏതെങ്കിലും വേരിയബിളിലോട്ട് അസൈൻ ചെയ്യണോ? ഏത് വേരിയബിളിലേക്കായിരിക്കും? ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. നമ്മുടെ ഇപ്പൊ കറന്റ്ലി കയ്യിലുള്ള വേരിയബിൾ ഏതാടാ? നെയിം. നെയിം. ഏത് വേരിയബിളിലേക്കായിരിക്കും ഇപ്പൊ അസൈൻ ചെയ്യേണ്ടി വരിക? നെയിമിലേക്ക്. നെയിമിലേക്ക് അസൈൻ ചെയ്തോ. ഇതൊരു എത്തിയോ അഖില? അഖിലയല്ല, അനഘ എത്തിയായിരുന്നോ? അനഘയും അതുപോലെ കൃഷ്ണകുമാർ. എനിക്ക് ഇടയ്ക്ക് നെറ്റ് കട്ടായിരുന്നു, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? റിപ്പീറ്റ് ചെയ്യാം. ഏതുവരെ കിട്ടി? വേരിയബിൾ ആദ്യം എംപ്റ്റി സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാൻ കിട്ടിയായിരുന്നോ? കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഈ നെയിം എന്ന് പറഞ്ഞ വേരിയബിളില് എക്സിറ്റ് എന്ന് പറഞ്ഞ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് അതിന്റെ അക്കോർഡിംഗ് എനിക്ക് ഐട്രേഷൻ പെർഫോം ചെയ്യണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് ലൂപ്പ് ആയിരിക്കും യൂസ് ചെയ്യുക? ഫോർ ആണോ വൈൽ ആണോ? ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ എനിക്കൊരു ഐട്രേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ഏത് ലൂപ്പ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുക? വൈൽ. ഒരു വൈലിൽ കണ്ടീഷൻ എഴുതിക്കേടാ. കണ്ടീഷൻ എന്താ നമ്മളുടെ? നമ്മുടെ കണ്ടീഷൻ എന്താ? എക്സിറ്റ് വരുമ്പോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യേണ്ട കണ്ടീഷൻ എന്താ? നെഗേഷൻ എടുത്തതിന്റെ വൈൽ നെയിം ഈസ് നോട്ട് ഈക്വൽ ടു എക്സിറ്റ് അല്ലേ? അതെ. നെയിമിന്റെ വാല്യൂ എക്സിറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നെയിമിന്റെ വാല്യൂ എക്സിറ്റ് അല്ല, വേറൊരു വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിലല്ലേ എനിക്ക് ഐട്രേറ്റ് ചെയ്യേണ്ടത്. അതെ. എന്താ കണ്ടീഷൻ എഴുതുക?
വയൽ നെയിം നോട്ട് ഈക്വൽ ടു ആ എക്സിറ്റ്. എക്സിറ്റ്. അതെ, കൊടുത്തോളൂ. ഇരിക്കവിടെ, ഇരിക്കവിടെ, ഇരിക്കവിടെ. കിട്ടിയായിരുന്നോടാ? അതൊരു കിട്ടിയോ അനഘ? കൃഷ്ണകുമാറിന് കിട്ടിയോ? ആ ഓക്കെ. ഇനി ലൂപ്പിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾക്ക് എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ ഞാൻ പറഞ്ഞത് വെച്ചിട്ട്? യൂസറിന്റെ അടുത്ത് നിന്ന് ഒരു നെയിം റീഡ് ചെയ്തെടുക്കണം അല്ലേ? അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്തെടുക്കണം അല്ലേ? അതെ. എങ്ങനെയാണ് റീഡ് ചെയ്യുക? ഒരു വാല്യൂവിനെ എങ്ങനെ റീഡ് ചെയ്തെടുക്കുക? പിന്നെ നമ്മുടെ നോർമൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട്. അതെ. നോർമൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് റീഡ് ചെയ്തോ? ടെക്സ്റ്റ് കൊടുക്കുക. അതിനെ ഏത് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം? നമുക്ക് നെയിം എന്ന വേരിയബിളിലേക്ക് തന്നെ അസൈൻ ചെയ്യാം. കിട്ടിയോടാ? ഞാൻ ഇതുവരെ പറഞ്ഞത് കിട്ടിയോ? കിട്ടി. ഇനി അതിനെ പ്രിന്റ് ചെയ്തോ? അതിനെ പ്രിന്റ് ചെയ്തോടാ. എല്ലാവരും പ്രിന്റ് ചെയ്തോ? അഖിലെന്തും പ്രിന്റ് ചെയ്തോളൂ. അങ്ങനെയല്ല, പ്രിന്റ് ചെയ്യ്. ആ ക്യാൻസൽ കൊടുക്കണം. അപ്പൊ എക്സിക്യൂട്ട് എടുത്ത് ക്യാൻസൽ കൊടുത്തേ. എക്സിക്യൂട്ട് ചെയ്തിട്ട് ക്യാൻസൽ കൊടുക്കാമോ? ആ ഒന്നുകൂടെ കൊടുക്കുക. അത് ക്യാൻസൽ കൊടുത്തേ. ഓക്കെ. നെക്സ്റ്റ് കണ്ടീഷൻ എന്താ നമ്മൾക്ക്? ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ നമുക്ക് എക്സിറ്റ് വരുമ്പം സ്റ്റോപ്പ് ചെയ്യണമെന്നല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ? അതെ. അപ്പോ ഈ നോട്ട് ഈക്വൽ ടു കൊടുത്താൽ എന്താ പ്രശ്നം? ഈക്വൽ ടു കൊടുത്താൽ നമ്മുടെ ലൂപ്പ് വർക്ക് ആവത്തില്ലല്ലോ. അങ്ങനെ വർക്കായാൽ നമ്മുടെ കണ്ടീഷൻ അഗെയിൻസ്റ്റ് അല്ലേ പോകുന്നേ? ഈ ലൂപ്പ് എപ്പോഴാണ് ഇറ്ററേറ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് മൾട്ടിപ്പിൾ ടൈംസ് വാല്യൂ എൻട്രി ചെയ്ത് വാങ്ങേണ്ടത്? എക്സിറ്റ് വരാത്തപ്പോ. അതല്ലേ? അപ്പൊ അതല്ലേ നമ്മുടെ ലൂപ്പിന്റെ കണ്ടീഷൻ വരണ്ടേ? ഓക്കെ, മനസ്സിലായി. ഇപ്പൊ കണ്ടീഷൻ വന്നു. ഇനി എനിക്കൊന്ന് പുറത്ത് കിടക്കണം അല്ലേ? എന്ത് കണ്ടീഷൻ വന്നാലും എനിക്ക് പുറത്തേക്ക് കിടക്കേണ്ടത്? എക്സിറ്റ് വന്നാൽ. അപ്പൊ കൊടുത്തോ, ഒരു കണ്ടീഷൻ കൊടുത്തോ. നെയിം എക്സിറ്റ് ആണെങ്കിൽ ബ്രാക്കറ്റ്സ് ഇല്ലല്ലോടാ. ഇഫിന് ബ്രാക്കറ്റ്സ് നിർബന്ധമില്ലല്ലോ. നമ്മൾ എപ്പോഴാ ബ്രാക്കറ്റ് കൊടുക്കുന്നത്? കൊടുക്കാറേ ഇല്ല. ബ്രാക്കറ്റ്സ് കൊടുക്കുന്നത് നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരില്ലേ? അതായത് ഒരു ഇഫിൽ തന്നെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വെച്ച് ആൻഡ് കണ്ടെത്തില്ലേ നമ്മള്? ആൻഡ് ഓർ ഒക്കെ വരുമ്പോൾ മാത്രം ബ്രാക്കറ്റിൽ കൊടുക്കും, അല്ലെങ്കിൽ ബ്രാക്കറ്റ്സ് ഡയറക്റ്റ്. ഓക്കെ. ബ്രാക്കറ്റ്സ് ബാക്കിയുള്ള ലാംഗ്വേജിൽ യൂസ് ചെയ്യും, പൈത്തണിൽ യൂസ് ചെയ്യില്ല, പൈത്തണിന്റെ സിന്റാക്സ് പ്രകാരം. ഓക്കെ. ഇനി അവിടെ ജസ്റ്റ് എന്തെങ്കിലും പ്രിന്റ് ചെയ്തോടാ. Okay, loop is closed.
മതിയോ ഗ്രീൻ ബ്രഷ് വാങ്ങിച്ചു ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയടാ. എക്സിറ്റ് അടിച്ച കിട്ടിയില്ലേ നമ്മുടെ ഔട്ട്പുട്ട്? ഇതിപ്പം നമ്മൾ ആദ്യമേ ഈ നെയിമിനകത്ത് ഈ സെന്റൻസ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നിട്ട് പിന്നെ പിന്നെ ഐട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൂപ്പിന്റെ ഈ വൈൽ ബ്ലോക്കിന്റെ ഉള്ളിൽ വരുന്നതിനല്ലേടാ ഐട്രേറ്റ് ചെയ്യുന്നേ. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ വൈൽ ഇപ്പോ അഖിലേന്ദു എന്നോട് ചോദിച്ചത് നെയിം ഈക്വൽസ് ഡബിൾ കോട്ട്സ് കൊടുത്തതിന് പകരം നേരെ മുകളിൽ കൊടുത്താൽ പോരെന്നല്ലേ? അതെ. അപ്പൊ അങ്ങനെ കൊടുത്താൽ നമുക്ക് ലൂപ്പിന്റെ അകത്ത് കയറി എക്സിക്യൂട്ട് ആവുമോ? അല്ലെങ്കിൽ നെയിം എക്സിറ്റ് വരുന്നത് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുമോ നമുക്ക്? ഇപ്പം നെയിമിനകത്ത് ആ സെന്റൻസ് കൊടുത്ത് എന്നിട്ട് എങ്ങനെയും ആ സെന്റൻസ് ഈച്ച് വേർഡ് ആയിട്ട് റീഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് കോംപ്ലിക്കേറ്റഡ് ആക്കുകയല്ലേടാ കോഡിനെ? അത് കോഡിനെ കോംപ്ലിക്കേറ്റ് ആക്കുകയല്ലേ ചെയ്യുന്നേ? അതായത് ഇതിപ്പോ ഒരു 4 ലൈനിൽ ചെയ്ത പരിപാടി നമ്മൾ 10 ലൈൻ ആക്കുമല്ലേ ചെയ്യുന്നേ? ടൈം ഓഫ് എക്സിക്യൂഷൻ കൂടില്ലേ? അതായത് ഒരെണ്ണത്തിന് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, ഒരേ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ട് നമുക്ക്. പക്ഷെ ആ സൊല്യൂഷൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ലെസ്സർ നമ്പർ ഓഫ് കോഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. അതല്ലേ നമ്മുടെ എയിം. അല്ല, ഇതിപ്പോ ഈ നെയിം ഡബിൾ കോട്ട്സിൽ പാസ് ചെയ്യാൻ ആദ്യം ഇന്നലെ മാം പറഞ്ഞില്ലായിരുന്നെങ്കിൽ തലക്കൊടുപ്പിൽ ഓടൂല. ഇപ്പൊ ഡയറക്റ്റ് ഒരു വേരിയബിളിനകത്ത് സെന്റൻസ് കൊടുത്തിട്ട് പിന്നെ അതിനകത്ത് എൻ്റർ ചെയ്യുമ്പോ എക്സിറ്റ് വരുമോന്നല്ലേ ചിന്തിക്കുന്നത്. മനസ്സിലായി. ഇപ്പൊ കിട്ടിയില്ലേ? അതായത് വൈൽ ലൂപ്പിന്റെ ടോപ്പിക്സ് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുക. അതായത് നമുക്ക് ആദ്യം ഒരു ഇനീഷ്യലൈസേഷൻ വരും എന്ന് ആലോചിക്കുക. മനസ്സിലായോ? കൃഷ്ണകുമാർ ആൻഡ് അനഘ, ക്ലിയർ ആണോടാ ഈ അസൈൻമെന്റ്? ഇപ്പോ അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം സ്ട്രിങ് വരെ പറഞ്ഞു നിർത്തി അല്ലേ? 1 സെക്കൻഡ്. പൊന്നുസേ എവിടെ വെക്കുന്നേ? ടിവിന്റെ അടുത്ത് തന്നെ ഓഫാക്കും. ഞാൻ അവിടെ പോയിരിക്കും. അവിടെ പോയിരിക്കും. ഗണപതി വെപ്പാൻ മോറിയാം. ഗണപതി കിട്ടിയപ്പോ ഗണപതി വെപ്പാൻ മോറിയാം. ഓക്കെ, നമ്മൾ സ്ട്രിങ് ഹാൻഡ്ലിംഗ് വരെ പറഞ്ഞു നിർത്തി അല്ലേ? നമ്മള് ഡാറ്റ ടൈപ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മള് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡാറ്റ ടൈപ്സ് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ? ഏതൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കുറെ ഇന്റ്, ഫ്ലോട്ട്, സ്ട്രിങ്, അതുപോലെ എന്താണ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ഉണ്ടെന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഇത് കൂടാതെ ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് കൂടെ ഉണ്ട്. അതിനെ നമ്മൾ പറയുക സീക്വൻഷ്യൽ ഡാറ്റ ടൈപ്സ് എന്നാണ്. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീക്വൻഷ്യൽ ഡാറ്റ ടൈപ്പ്. ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തോ? ആരെങ്കിലും ഒരാൾ ഷെയർ ചെയ്തോ? യുവർ ചോയ്സ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഡാറ്റ ടൈപ്സ് 2 തരത്തിലുള്ളതുണ്ട്. അതിൽ സെക്കൻഡ് ടൈപ്പ് ആണ്
ഓക്കെ. ഒരു കാര്യം ചെയ്യൂ, ഇനി ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യൂ, കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. പാക്കേജ്, പൈത്തൺ പാക്കേജ്. ആ പ്ലസിൽ ക്ലിക്ക് ചെയ്ത് പൈത്തൺ പാക്കേജ് കൊടുത്താൽ മതി. കളക്ഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ സീക്വൻഷ്യൽ ഡാറ്റ ടൈപ്സ് മുഴുവൻ ഒറ്റ വേർഡായിട്ട് പറയുകയാണെങ്കിൽ കളക്ഷൻസ് എന്ന് പറഞ്ഞ കളക്ഷന്റെ കീഴിലായിരിക്കും വരുന്നത്. ഈ സീക്വൻഷ്യൽ ഡാറ്റ ടൈപ്സിൽ വരുന്ന കുറച്ചധികം ടൈപ്സ് ഉണ്ട്, ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഈ ഡാറ്റ ടൈപ്സിനെ എല്ലാം നമുക്ക് കളക്റ്റീവായിട്ട് വിളിക്കാൻ പറ്റാവുന്ന പേരാണ് കളക്ഷൻസ്. സീക്വൻഷ്യൽ ഡാറ്റ ടൈപ്പിലുള്ള എല്ലാ ഡാറ്റ ടൈപ്സിനെയും കൂടെ കളക്റ്റീവായി നമുക്ക് കളക്ഷൻസ് എന്ന് വിളിക്കാൻ പറ്റും. ക്ലിയർ ആണോടാ? ഓക്കെ. സോ അങ്ങനെ കളക്ഷൻസിൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്സ് ഉണ്ട്. അതിൽ ചില എക്സാമ്പിൾസ് ആണ് ലിസ്റ്റ്, സെറ്റ്, ഡിക്ഷണറി, അതുപോലെ ടപ്പിൾസ്. ഓക്കെ. ഞാൻ ചാറ്റിൽ ഇടുന്നുണ്ട്. ലിസ്റ്റ്, സെറ്റ്, ഡിക്ഷണറി, ടപ്പിൾ. ഓക്കെ. കളക്ഷൻസിൽ ആദ്യത്തെ ഡാറ്റ ടൈപ്പ് നമുക്ക് നോക്കാം, ലിസ്റ്റ്. ഓക്കെ. കളക്ഷൻസിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ ഇടാ. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യൂ. ഫയലിന്റെ പേര് കളക്ഷൻ ലിസ്റ്റ് എന്ന് കൊടുക്കൂ. നിങ്ങളുടെ ബാച്ച് ആണോന്ന് എനിക്ക് ഓർമ്മയില്ല. ആരോ ഒരാള് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇടാൻ പോയപ്പോ ഞാൻ പറഞ്ഞിരുന്നു സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുക്കരുത്, ഇല്ലേ? വരാം. ഓക്കെ. സോ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ലിസ്റ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ടൈപ്പ് ചെയ്തോളൂ, ലിസ്റ്റ് 1 ഈക്വൽസ് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ഡാറ്റ കൊടുക്കടാ. കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു റാൻഡം ഡാറ്റ കൊടുത്തോ. സ്ട്രിങ് ആണെങ്കിൽ ഡബിൾ കോട്ട്സിൽ കൊടുക്കണം കേട്ടോ. ആപ്പിൾ, ഓറഞ്ച് എല്ലാം എടുക്കുന്നത് ഡബിൾ കോട്ട്സിൽ കൊടുക്കണേ. ഇനി ജസ്റ്റ് പ്രിന്റ് ലിസ്റ്റ് 1 എന്ന് കൊടുത്തു നോക്കിക്കടാ. ഓക്കെ. ഇതിന്റെ താഴെ
ലിസ്റ്റ് 1ന്റെ ടൈപ്പും കൂടെ പ്രിന്റ് ചെയ്തോളൂ. ടൈപ്പ് എങ്ങനെയാ പ്രിന്റ് ചെയ്യാ? അതിന്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ ലിസ്റ്റ് 1. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. ഇപ്പൊ എന്താ പ്രിന്റ് ആയി കിട്ടിയത്? ലിസ്റ്റ് ടൈപ്പ് ലിസ്റ്റ് ലിസ്റ്റ് ആയി. ലിസ്റ്റിനകത്ത് അതെ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ പാക്കേജ് ക്രിയേറ്റ് ചെയ്തില്ലേ, അത് ഓപ്പറേറ്റേഴ്സിന് സബായിട്ടായിരുന്നോ ഈ പാക്കേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? അത് കുഴപ്പമില്ല, എവിടെ ക്രിയേറ്റ് ആയാലും കുഴപ്പമില്ല. എനിക്ക് എറർ ഒരു വന്നു. പാക്കേജ് ഷെയർ ചെയ്യോടാ. കാണാമോ? ലോഡിംഗ് ആടാ. കാണാമോ? കാണാം. പൈച്ചം ഓപ്പൺ ചെയ്തേടാ. ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ ഷെയർ കാണിച്ചേടാ. ചെയ്യാം. ഒരു മിനിറ്റ്, ഒന്നുകൂടെ ഷെയർ ചെയ്യണേ. ആടാ, ഓക്കെ ഓക്കെ. ഇപ്പോഴോ? ഇപ്പൊ ലോഡിംഗ് ആണേ. കാണുന്നില്ലേ? ആ. നോക്കട്ടെ. BNB-യിലാണല്ലോ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തോ കേട്ടില്ല. പാക്കേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതേ, ആ, ഓപ്ഷൻസ് പാക്കേജ് BNB-ന്റെ അകത്തല്ലല്ലോ. ഓ അല്ല, ഞാൻ BNB ഒന്ന് ക്ലോസ് ചെയ്തേടാ. എന്തോ ഓക്കെയാണ്, പ്രശ്നമില്ല. നോക്കട്ടെ കേട്ടോ. ഒരു വട്ടം കൂടെ എക്സിക്യൂട്ട് ചെയ്തേടാ. അത് എക്സിക്യൂട്ട് ചെയ്യോടാ. ചെയ്തു എനക്കാ ചെയ്തു ചെയ്തു. സെയിം തന്നെയാണോ?
ചെയ്തല്ലേ? ചെക്ക് ചെയ്യട്ടെ കേട്ടോ അനഘ, 1 സെക്കൻഡ്. ഓക്കെ. എന്റെ പൈത്തന്റെ വേർഷൻ ഏതാടാ? 3 ഏതാ വേർഷൻ നോക്കട്ടെ. 3.12. 1 സെക്കൻഡ് നോക്കട്ടെ കേട്ടോ. ലിസ്റ്റിന് ഐഡന്റിഫൈ ആവേണ്ടതാണത് ആക്ച്വലി. മിസ്റ്റർ പാക്കേജിലുള്ള എല്ലാ ഫയൽസും റൺ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാടാ എന്നോട് ചോദിച്ചാ? ഒരു പൈത്തൺ പാക്കേജിലുള്ള എല്ലാ .py ഫയലും അറ്റ് എ ടൈം ഒരുമിച്ച് റൺ ചെയ്യാൻ പറ്റുമോ? അറ്റ് എ ടൈം ഇല്ല, 1 അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. import the site module അല്ലേ? എന്താ ഇഷ്യൂ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. എനിക്ക് എന്തോ ഒരു കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ ആയിട്ടാ തോന്നുന്നേ, ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ അത്. ഫോർ നൗ കോഡ് ടൈപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. ഓക്കെ. ഓക്കെ. ലിസ്റ്റിലും സ്ട്രിങ്ങിന്റെ പോലെ തന്നെ ഇൻഡെക്സ് വാല്യൂസ് വെച്ചിട്ടായിരിക്കും നമുക്ക് വാല്യൂസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ടൈപ്പ് ചെയ്ത് നോക്കിയേ, പ്രിന്റ്. ഞാൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോട്ടെ, കാരണം എനിക്ക് റിസൾട്ട് കിട്ടില്ലല്ലോ. ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോ, ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോ. ലിസ്റ്റ് 1 പ്രിന്റ് ലിസ്റ്റ് 1 സ്ക്വയർ ബ്രാക്കറ്റിൽ 1. ഒന്നുകൂടെ പറയോ? പ്രിന്റിൽ കൊടുക്കടാ. പ്രിന്റിൽ കൊടുക്കടാ. പ്രിന്റ് ലിസ്റ്റ് 1 സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 0. എക്സിക്യൂട്ട് ചെയ്തേടാ. ഫസ്റ്റ് വാല്യൂ പ്രിന്റ് ആയോ ലിസ്റ്റിലെ? കൃഷ്ണകുമാറിന് ആയി.
ഇതേപോലെ 1, 2 ഉള്ള വാല്യൂസ് പ്രിന്റ് ചെയ്ത് നോക്കിക്കേ. റിപ്പോർട്ട് കിട്ടിയില്ലേ? കിട്ടി. ഇതേപോലെ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ -1 ഇങ്ങനെ കൊടുത്തതുപോലെ ചെയ്ത്. ഇപ്പൊ എന്താ പ്രിന്റ് ആയത്? നമ്മളുടെ ലാസ്റ്റ് വാല്യൂ അല്ലെ? സ്ട്രിങ്ങിന്റെ പോലെ തന്നെ ഇവിടെയും നെഗറ്റീവ് ഇൻഡെക്സിങ്ങും പോസിറ്റീവ് ഇൻഡെക്സിങ്ങും ഉണ്ട്. ഓക്കെ, ഓക്കെ. അതുപോലെ ഒരു കാര്യം ചെയ്യാം, ലിസ്റ്റ് 2 ഈക്വൽസ് ജസ്റ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് മാത്രം ഇട്ടേ. ലിസ്റ്റ് 2 ഈക്വൽസ് എന്ന് പറഞ്ഞ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ആ ലിസ്റ്റ് 2 ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിക്കേ. അതായത് എം ടി ലിസ്റ്റും നമുക്ക് പോസിബിൾ ആണ്. അതായത് ലിസ്റ്റ് നമ്മളിപ്പോ ഈ പറയുന്ന സീക്വൻഷ്യൽ ഡാറ്റ ടൈപ്സിലെല്ലാം എം ടി ആയിട്ടുള്ള എലമെന്റ്സിനെയും എടുക്കും. അതായത് ഒരു എം ടി ആയിട്ടുള്ള ലിസ്റ്റ് ആണെങ്കിലും അതിനെയും ആര് ക്യാപ്ചർ ചെയ്യും? എം ടി ആയിട്ടുള്ള ലിസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അതിനെ ആണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോടാ? അതെ. ഇനി നെക്സ്റ്റ് നമ്മൾ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടതുപോലെ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടതുപോലെ തന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ ലിസ്റ്റിന്റെ ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യുക. LEN എന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നതിന്. LEN ഓഫ് ലിസ്റ്റ് 2 പ്രിന്റ് ചെയ്തോളൂ, ലിസ്റ്റ് 1 പ്രിന്റ് ചെയ്തോളൂ. എന്താ വരിക നോക്കാം നമുക്ക്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയടാ. അതായത് ഒരു എംപ്റ്റി ലിസ്റ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 0 ആണ്. അറ്റ്ലീസ്റ്റ് 1 എലമെന്റ് എങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് എന്തായിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ ആണോടാ ലെങ്ത്? ഇത് നോർമലി ചോദിച്ചു കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു എംപ്റ്റി ലിസ്റ്റ് ആണെങ്കിൽ അതിന്റെ ലെങ്ത് എന്തായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോടാ? അതെ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്
ഈ ഒരു കാര്യം ചെയ്യടാ. താഴെ ടൈപ്പ് ലിസ്റ്റ് 1 സ്ക്വയർ ബ്രാക്കറ്റ്സില് ഈക്വൽസ് ഇല്ലടാ, ഈക്വൽസ് ഇല്ല. ലിസ്റ്റ് 1 സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 1 ഈക്വൽസ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ അസൈൻ ചെയ്തേ. ലിസ്റ്റ് 1 സ്ക്വയർ ബ്രാക്കറ്റിൽ ഹലോ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 1 ഈക്വൽ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 1 കൊടുക്കാം. സ്ക്വയർ ബ്രാക്കറ്റ്സ് കഴിഞ്ഞിട്ട് ഈക്വൽസ് കൊടുക്കടാ. ലിസ്റ്റ് 1 സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 1 ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് വാല്യൂ അസൈൻ ചെയ്തേ. വേറെ ഏതെങ്കിലും വാല്യൂ ഈ നേരത്തെ നമ്മുടെ ലിസ്റ്റിൽ അല്ലാത്തൊരു വാല്യൂ അസൈൻ ചെയ്യാനോ? ഇല്ലാത്തൊരു വാല്യൂ അസൈൻ ചെയ്തേ. ഇനി ലിസ്റ്റ് 1 ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിക്കേ. യെസ്. ഇപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ഓറഞ്ച് മാറിയിട്ട് ഇപ്പൊ എന്താ ഈ വാല്യൂ? പപ്പായ. സോ ഇങ്ങനെയാണ് ലിസ്റ്റിൽ ഒരു വാല്യൂവിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക. ക്ലിയർ ആണോടാ? നമ്മൾ ഇവിടെ ലിസ്റ്റ് 1 സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 1 ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ പാസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? എക്സിസ്റ്റിംഗ് വാല്യൂവിനെ ഓവർ റൈറ്റ് ചെയ്തു അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തുക. ഓക്കെ, ലിസ്റ്റിൽ എങ്ങനെയാണ് മോഡിഫിക്കേഷൻ വരുത്തുക ക്ലിയർ ആണോ? ഇനി ലിസ്റ്റില് നമ്മൾക്ക് ഒരേ ടൈപ്പ് ഓഫ് ഡാറ്റ മാത്രമേ കൊടുക്കാവൂന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിങ്ങിനെയും ന്യൂമറിക് ആയിട്ടുള്ള ഒരു വാല്യൂവിനെയും കമ്പൈൻ ചെയ്ത് എഴുതാം. മൂന്നാമതൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ലിസ്റ്റ് 3 ഈക്വൽസ് യെസ് കറക്റ്റ്. കാറ്റ് ഇവിടെ കാറ്റ് ഡബിൾ കോട്ട്സിൽ കൊടുത്തേടാ. ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിക്കേ. അതായത് ഹോമോജീനിയസ് ആയിട്ടുള്ള ഡാറ്റയും ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഡാറ്റയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ. ഇതും നോർമലി നമ്മളോട് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമുക്ക് ലിസ്റ്റിൽ ഒന്നിൽ കൂടുതൽ ടൈപ്സ് ഓഫ് ഡാറ്റ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇനി എനിക്കിനി ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു വാല്യൂവിന്റെ ഇൻഡെക്സ് വാല്യൂ എനിക്ക് തിരിച്ചറിയണം. ഈ ലിസ്റ്റ് 3 കാറ്റ് എന്ന് പറഞ്ഞ വാല്യൂവിന്റെ പൊസിഷൻ എനിക്ക് അറിയണമെന്ന് വിചാരിക്കും. അതായത് എനിക്കറിയാം ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ടെന്ന്, പക്ഷെ എനിക്ക് അതിന്റെ ഇൻഡെക്സ് വാല്യൂ അറിയത്തില്ല. എനിക്ക് അതിന്റെ ഇൻഡെക്സ് വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഡോട്ട് ഇൻഡെക്സ് എന്നിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് യൂസ് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ആ ഡോട്ട് ഇൻഡെക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂവിന്റെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്തു തരും. കൊടുത്തു നോക്കിയടാ പ്രിന്റ് ബ്രാക്കറ്റ്സിൽ ടൈപ്പ് ചെയ്തോളൂ ലിസ്റ്റ് 3 ഡോട്ട് ഇൻഡെക്സ് ഓഫ് ഡബിൾ കോട്ട്സിൽ കാറ്റ് എന്ന് കൊടുത്തു നോക്കൂ. ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിക്കേടാ. 2 വന്നു അല്ലേ? ഇനി ഇതുപോലെ തന്നെ ഇനി ഒരു കാര്യം ചെയ്ത കാറ്റിന്റെ കൂടെ എസ് ചേർത്തേ, കാറ്റ്സ് എന്നാക്കിക്കത്. കാറ്റ്സ് എന്നാക്കിയപ്പോ എന്തായി? നമ്മുടെ ഇല്ലാത്തൊരു വാല്യൂ ആയി മാറി അല്ലേ? അപ്പൊ എറർ അടിക്കും. ഓക്കെ, അതിലുള്ള ഒരു വാല്യൂ കൊടുത്താൽ മാത്രമേ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യത്തുള്ളൂ. അതിലില്ലാത്തൊരു വാല്യൂ കൊടുത്താൽ എന്ത് സംഭവിക്കും? അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എറർ റിട്ടേൺ ചെയ്യും. ഈ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടോ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞത്? ഇനി അടുത്തത് ടൈപ്പ് ചെയ്തടാ ലിസ്റ്റ് 1 ഡോട്ട് ലിസ്റ്റ് 1 വേണ്ട, ലിസ്റ്റ് ഓൾറെഡി സോർട്ടഡ്. ലിസ്റ്റ് 1 ഡോട്ട് സോർട്ട് ബ്രാക്കറ്റ്സിൽ റിവേഴ്സ് ഈക്വൽസ് ട്രൂ. ഇനി ലിസ്റ്റ് 1 എന്ന് പ്രിന്റ് ചെയ്തേ. ലിസ്റ്റ് 1 LIS 1 കൊടുത്തേക്കുന്നത്. ഓക്കെ, വന്നില്ലല്ലോ. ലിസ്റ്റ് 3 എന്താ റിട്ടേൺ? ലിസ്റ്റ് 1 എന്താ റിട്ടേൺ ചെയ്യാത്തെ? കളക്ഷൻസ് ലിസ്റ്റ് ലൈൻ നമ്പർ 16 കാറ്റ് എന്ന് തന്നെ ആക്കിക്കേടാ. എത്തിക്കൂട്ടി തന്നൂടെ? ഇപ്പൊ എങ്ങനെയാ അത് പ്രിന്റ് അയക്കുന്ന? ഡിസെൻഡിങ് ഓർഡറിൽ വന്നു അല്ലേ? അതായത് നമ്മളുടെ കയ്യിലുള്ളൊരു ലിസ്റ്റിനെ ഡിസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് റിവേഴ്സ് ഈക്വൽസ് ട്രൂ എന്ന് പറഞ്ഞ പാരാമീറ്റർ. ലിസ്റ്റ് ഡോട്ട് സോർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറിലായിരിക്കും സോർട്ട് ചെയ്യുന്നത്. ആൽഫബറ്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ എപ്പോഴൊക്കെ ലിസ്റ്റ് 1 എന്ന് പ്രിന്റ് ചെയ്യാൻ ട്രൈ ചെയ്താലും ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാലും ഓർഡർ ഇതായിരിക്കും. മനസ്സിലായോ? അതായത് ഞാനിപ്പോ ലിസ്റ്റ് 1 ഈക്വൽസ് ലിസ്റ്റ് 1 ഡോട്ട് സോർട്ട് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഡോട്ട് സോർട്ട് എന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും? ഈ സോർട്ടഡ് ആയിട്ടുള്ള ലിസ്റ്റിനെ ലിസ്റ്റ് 1 എന്ന വേരിയബിളിലേക്ക് റീറൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വൺസ് സോർട്ടഡ് ആയി കഴിഞ്ഞ ലിസ്റ്റ് പിന്നെ അതേ ഓർഡറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ നമ്മൾ പറഞ്ഞ കാര്യം? അതായത് നമ്മുടെ ഇതിലുള്ള സോർട്ട് ഫംഗ്ഷൻ ഒരു സ്പെഷ്യാലിറ്റി ആണ്. അതായത് സോർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഏത് ഓർഡറിലാണോ നമ്മൾ സോർട്ട് ചെയ്യുന്നത് ആ ഓർഡർ ഫിക്സഡ് ആയിരിക്കും പിന്നെ അങ്ങോട്ട് ആ ലിസ്റ്റിലേക്ക്. ക്ലിയർ ആണോടാ? ഇത് ഡിസെൻഡിങ് ഓർഡറിന് റിവേഴ്സ് ഈക്വൽസ് ട്രൂ, അസെൻഡിങ് ഓർഡറിനാണെങ്കിൽ ഫോൾസ് തൊട്ടാ മതിയോ? വേണ്ട, അസെൻഡിങ് ഓർഡറിൽ ഒന്നും ഇടണ്ട. ജസ്റ്റ് കൊടുത്തോക്കെ ലിസ്റ്റ് 1 ഡോട്ട് സോർട്ട് എന്ന് വെറുതെ കൊടുത്തേ താഴെ.
ലിസ്റ്റ് 1.sort താഴെ പ്രിന്റ് ലിസ്റ്റ് 1 കഴിഞ്ഞിട്ട്. മിസ് ഇവിടെ സോർട്ട് എന്ന് ഉദ്ദേശിക്കുന്ന ലിസ്റ്റിനകത്തുള്ള വാല്യൂവിനെ സോർട്ട് ചെയ്യുന്നതാണ്. ലിസ്റ്റിന്റെ അകത്തുള്ള വാല്യൂസിനെ സോർട്ട് ചെയ്യും അത്. എന്നിട്ട് ഇപ്പൊ ഒന്നുകൂടെ ലിസ്റ്റിനെ പ്രിന്റ് ചെയ്തോടാ. അഖിലേന്ദു ഒരു വട്ടം കൂടെ ലിസ്റ്റ് 1 പ്രിന്റ് ചെയ്തേ. ക്ലിയർ ആയടാ? കൃഷ്ണകുമാറിനും അനക്കും ക്ലിയർ ആയോടാ അത്? ലോജിക്ക് മനസ്സിലായി, പക്ഷെ എനിക്കത് വർക്ക് ആവുന്നില്ല. എറർ ഉണ്ടോ? അല്ല, ലിസ്റ്റിൽ കൊടുത്ത വാല്യൂ ഓർഡർ തിരിഞ്ഞു വന്നെന്ന് തോന്നുന്നു. ഓർഡർ ലാസ്റ്റ് ലാസ്റ്റത്തെ ഓപ്ഷൻ ഫസ്റ്റ് വന്നു അല്ലേ? അതായത് റിവേഴ്സ് ചെയ്തു അല്ലേ? അതെ, പക്ഷെ ഞാൻ ഇപ്പം 1 3 2 എന്നാണ് കൊടുത്തത്. ആ സ്ക്രീൻ ഷെയർ. ഓക്കെ, ഷെയർ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന്. നമ്പേഴ്സിന് ആൽഫബറ്റിക്കൽ ഓർഡർ ഇല്ലല്ലോ. നമ്മൾ നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ ഉണ്ടോ? ഇല്ല. സോ അതുകൊണ്ടാണ് അത് ഉള്ള ലിസ്റ്റിനെ അങ്ങനെ റിവേഴ്സ് ചെയ്ത് കാണിച്ചത്. നമ്മൾ സോർട്ട് പറഞ്ഞത് ഏതിനായിരുന്നു? ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്യുന്ന പറഞ്ഞാണ് അല്ലേ? സ്ക്രീൻ ഷെയർ പറ്റുന്നില്ല. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും സെറ്റിംഗ് ചെയ്തു വെച്ചിട്ടുണ്ടോ കൃഷ്ണകുമാർ ബ്രൗസറിൽ? ഇപ്പം വരുന്നുണ്ട്. യെസ്, കാണാൻ പറ്റുന്നുണ്ട്. എടാ 1 സെക്കൻഡ്. ഓക്കെ ഇങ്ങനെയാണല്ലേ കൊടുത്ത? ഡബിൾ കോഡ്സിൽ 10.3 അങ്ങനെ കൊടുത്തല്ലേ? അങ്ങനെ കൊടുക്കുമ്പോൾ അത് ആൽഫബറ്റിക്കൽ ഓർഡറിലാക്കാൻ പറ്റത്തില്ലല്ലോ. എ ബി സി ഡി വാല്യൂസ് ബിഗിനിങ്ങിൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിനെ ആൽഫബറ്റിക്കൽ ഓർഡറിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്പറിന് സോർട്ട് ചെയ്യുന്നല്ലേ? നമ്പറിനെ സോർട്ട് ചെയ്യലല്ല. നമ്പറിനെ ആണെങ്കിൽ സോർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ പറഞ്ഞു. അതൊരു ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യടാ. താഴെ കൊടുത്തേ ഒരു പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തേ. ലിസ്റ്റ് 1 തന്നെ ക്രിയേറ്റ് ചെയ്താൽ വേണമെങ്കിൽ. ഇത്തവണ ഡബിൾ കോഡ്സിൽ കൊടുക്കാതെ പ്രോപ്പർ നമ്പേഴ്സ് ആയിട്ട് കൊടുത്തതെല്ലാം പ്രോപ്പർ നമ്പേഴ്സ് ആയിട്ടാണ് കൊടുക്കുക. ഇനി സോർട്ട് കൊടുത്ത് നോക്കിക്കേ. ഒരു വട്ടം കൂടെ സോർട്ട് കൊടുത്ത് നോക്കിക്കേ. അതായത് നമ്മൾ കൊടുക്കുന്ന ലിസ്റ്റിലുള്ള വാല്യൂ സ്ട്രിങ് ആണ്. ഡബിൾ കോഡ്സിൽ കൊടുത്താൽ എന്താ സ്ട്രിങ് ആണെന്നല്ലേ മീനിങ്? ഇപ്പൊ കൃഷ്ണമാർ ആദ്യം കൊടുത്ത 10.32 അല്ലെങ്കിൽ 55 എന്ന് പറഞ്ഞതിന്റെ സ്ട്രിങ് ആക്കി എടുത്തു. പക്ഷെ ആൽഫബറ്റിക്കലി ഓർഡർ ചെയ്യാൻ പറ്റുമോ?
ഓക്കെ, മനസ്സിലായി. മനസ്സിലായല്ലേടാ? ഓക്കെ. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ലിസ്റ്റിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. ഡൗട്ട്സ് ഉണ്ടോ? അത് ലിസ്റ്റ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് മെയിൻലി പഠിക്കാനുള്ള ഫങ്ഷൻസ് ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ഓക്കെ. ഇനി നമ്മളിവിടെ പറഞ്ഞ പോലെ നമ്മളിവിടെ എന്താ പറഞ്ഞ ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഡാറ്റയെ സപ്പോർട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ് കൈൻഡ് ഓഫ് ഡാറ്റയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇതേപോലെയുള്ള അടുത്തൊരു ഡാറ്റ ടൈപ്പാണ് സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് മാത്സിൽ ഒരു സെറ്റ് പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോടാ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കർലി ബ്രാക്കറ്റ്സിൽ കൊടുക്കുന്നതല്ലേ? ആ അതന്നെ. അതിന് സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു, എന്താന്ന് ഓർക്കുന്നുണ്ടോടാ? അതായത് സെറ്റ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് കളക്ഷൻസ് യുണീക്ക് ആയിട്ടുള്ള എലമെന്റ്സിനെ മാത്രമേ എടുക്കത്തുള്ളൂ. അതായത് ഡ്യൂപ്ലിക്കേഷൻ അലോ ചെയ്യത്തില്ല. നിങ്ങൾ ഇപ്പോൾ 1 2 2 3 എന്നിട്ടൊരു ഡാറ്റ പാസ് ചെയ്യാൻ ട്രൈ ചെയ്താൽ അത് ഒറ്റ തവണയെ 2 എടുക്കത്തുള്ളൂ. ഇതിൽ നിങ്ങൾ സെറ്റ് ആക്കാൻ നോക്കിയാൽ 1 2 3 എന്നെ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഈസ് നോട്ട് അലൗഡ് എന്നോട്ട് തിരിച്ചു വരും. ക്ലിയർ ആണോടാ? ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം, നാളെ പഠിക്കാം. ലിസ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ. ഓക്കേടാ, ശരി എന്നാ. അപ്പൊ ഞാൻ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. എന്നിടത്ത് ഇത്രയും പോർഷൻസ് ഡൗട്ടില്ലല്ലോ? ഞാൻ ഇന്ന് ആകെ ഒറ്റ ടോപ്പിക് എടുത്തിട്ടുള്ളൂ, ലിസ്റ്റ് മാത്രം. ഡൗട്ട്സ് ഇല്ലല്ലോ? ഇല്ല. എന്റെ എറർ നോക്കാം. ബാക്കിയുള്ളവർ ലീവ് ചെയ്തോടാ. മാത്രം സ്റ്റേ ബാക്ക് ചെയ്യട്ടാ. താങ്ക് യു.